പ്രിയ സുഹൃത്തുക്കളെ, പ്രൊമോ വരുന്നതാണ്. അതിന് തന്നെ മെസ്സിക്ക് അഭിനന്ദനങ്ങൾ പറയട്ടെ. ഇന്നലെ 3 ഗോളാണ് അടിച്ചത് ഇന്ന്. അങ്ങനെ ആദ്യമായിട്ട് ലോകകപ്പിൽ ഹാട്രിക്ക് മെസ്സിയുടെ വക ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം അതല്ല. നമ്മൾ ഞാനൊക്കെ മറഡോണ 85 നാപ്പോളിയിൽ കളിക്കുമ്പോൾ നാപ്പോളി ടീം ഉണ്ടാക്കിയ ആളാണ്. എൻ്റെ നാട്ടിലെ ആദ്യത്തെ ഫാൻസ് മറഡോണ ക്ലബ്ബ് പറഞ്ഞിട്ടില്ല, മറഡോണയുടെ ഫാൻസ് ഉണ്ടാക്കിയ അർജൻറ്റീന. അന്ന് ജർമ്മനിയൊക്കെ കത്തി നിൽക്കണ സമയമാണ്. ജർമ്മനി, ബ്രസീൽ, ഫ്രാൻസൊക്കെ നല്ല കളിക്കാരും ഉണ്ടായിരുന്നു. അവരിലൊക്കെ മറഡോണയെക്കാട്ടിലൊക്കെ ടീം നല്ല സെറ്റപ്പായ ടീം ഫ്രാൻസിനും ജർമ്മനിക്കും ബ്രസീലിനൊക്കെ ഉള്ള കാലം. പക്ഷെ മറഡോണയുടെ ആത്മാർത്ഥതയും ആ ഡ്രിബിളിങ്ങും ഒക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസായി. പിന്നെ എൻ്റെ നാട്ടിലെ ആദ്യത്തെ ഫാൻസ് ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മൾ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പം പരിധി വിട്ടു. 200 മീറ്റർ 100 മീറ്ററൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു 100 മീറ്ററിന് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നത് ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വരും, ബോർഡും ബാനറും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഞാൻ പറയണത് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചോളൂ, വെക്കണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം അതാത് നാട്ടിലെ ഫുട്ബോൾ കളിക്കാരുണ്ടാവും, കയ്യോ കാലൊക്കെ പൊട്ടി കളിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ജീവിതം മുന്നോട്ട് പോകാത്തവർ, അല്ലെങ്കിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത കളിക്കാർ. അപ്പോൾ ഈ ബോർഡ് വെക്കണതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ 100 മീറ്റർ ബോർഡ് വെക്കുമ്പോൾ ഒരു 50 മീറ്ററാക്കി ചുരുക്കുകയും ബാക്കി 50 മീറ്ററിൻ്റെ പൈസ എടുത്തിട്ട് ഇത്തരം പാവങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ നാട്ടിലത്തെ ഫുട്ബോൾ കളിക്കാരോ വേണ്ട, വേറെ ആരെങ്കിലും അത്തരത്തിലുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടതും നമ്മളെ കടമയല്ലേ. നമ്മൾ 4 കൊല്ലത്തിലാണ് ഈ മാമാങ്കമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇതിപ്പോൾ മെസ്സിയൊന്നും അറിയാനൊന്നും പോകില്ല. മെസ്സിയുടെ വലിയ കട്ടൗട്ട് വെച്ചിട്ടൊന്നും. കട്ടൗട്ട് വെക്കണ്ടെന്നും ഞാൻ പറയില്ല കേട്ടോ, കാരണം നമ്മളൊക്കെ അത് പ്രോത്സാഹിപ്പിക്കണ ആളാണ്. പക്ഷെ ഒരു പരിധി, ആ പരിധിയിൽ വിടരുത്. ഏറി വന്ന ഒരു 20 മീറ്റർ 20 അടി ഒക്കെ ആക്കി ചുരുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ എല്ലാ ക്ലബ്ബുകളും എല്ലാ ടീമും ഉണ്ടല്ലോ. പോർച്ചുഗലുണ്ട്, ബ്രസീലുണ്ട്, അർജൻറ്റീന ഉണ്ട്, ജർമ്മനി ഉണ്ട്, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ ആ ടീമുകളുടെയൊക്കെ ആരാധകരുണ്ട്. അവരെല്ലാവരും കൂടി ഒരു 5000 വെച്ചെടുത്താൽ, ഒരു 5 ടീമുണ്ടെങ്കിൽ 25,000 ഉറുപ്പ്യക്ക് നമുക്കൊരു ധനസഹായം ഒരു പാവപ്പെട്ടവന് ചെയ്തുകൂടെ? അതൊക്കെ നമ്മളെ ഒരു നാട്ടിലത്തെ കൂട്ടായ്മ, യുവാക്കളെ ഇടപെട്ടാൽ നടക്കണ കേസുകൾ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ പെരിന്തൽമണ്ണ ആനമങ്ങാട്, എൻ്റെ നാട്ടിൽ എവിടെയും ബോർഡ് വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടൻ ജർമ്മനിയുടെ ഫാൻസിൻ്റെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കാരണം ഞങ്ങൾ എൻ്റെ നാട്ടിൽ കട്ടൗട്ടോ അല്ലെങ്കിൽ ബാനറോ വെച്ചിട്ടില്ല, ബോർഡോ വെച്ചിട്ടില്ല. അപ്പോൾ അതൊരു ആദരസൂചകമായിട്ട് ആ രീതിയിലൊരു തീരുമാനം ഉണ്ടായി. അതേപോലെയുള്ള തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ വേണം. കുറച്ചൊക്കെ ചാരിറ്റിക്ക് മാറ്റി വെക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇത് ഈ ഫുട്ബോൾ ലോകകപ്പ് മാത്രമല്ല, ഇപ്പോൾ പെരുന്നാളായാലും വിഷു ആയാലും ഓണായാലും ഒക്കെ, അല്ലെങ്കിൽ ഒരു മരിച്ചിട്ട് അതിൻ്റെ 16 അടി അന്നേരം നടത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. അത് വല്ല പാവപ്പെട്ടവനും കൊടുത്താൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. ഒരു കല്യാണം നടത്തി, ഗംഭീര കല്യാണം നടത്തിയിട്ട് അതിൽ വലിയൊരു ഒരു 50 ലക്ഷത്തിൻ്റെ കല്യാണം നടത്തുമ്പോൾ ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഏതെങ്കിലും ആ നാട്ടിലത്തെ പാവപ്പെട്ടവന് കൊടുത്തുകൂടെ? അതുപോലെ പൂരം, നേർച്ച, ഇതൊക്കെ നടത്തുമ്പോൾ ഒരാനയുടെ ഏക്ക പൈസയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. വിയോജിപ്പില്ലവരുണ്ടാവും, നല്ല അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് വളരെ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. 850 ആയിട്ടേ ഉള്ളൂ. പക്ഷേ 10 ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. വള്ളുവനാടനാണ്, പ്രമോദ് പെരിന്തൽമണ്ണ. ഓക്കെ, താങ്ക് യു.